വിഷം ചീറ്റാൻ ഇനി ആരെയും അനുവദിക്കില്ല. രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിൽ കേന്ദ്ര സർക്കാർ മുഴക്കിയ വാക്കുകളാണിവ. ലഡാക്കിന്റെ മഞ്ഞുമലകൾക്കപ്പുറം രാജ്യസുരക്ഷയെ വെല്ലുവിളിക്കുന്ന നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്ന ഗുരുതരമായിട്ടുള്ള മുന്നറിയിപ്പാണ് ഇന്ന് സുപ്രീം കോടതിയിൽ കേട്ടത്. കാലാവസ്ഥാ പ്രവർത്തകനെന്ന മുഖംമൂടി അണിഞ്ഞ് സോനം വാങ്ചുക് നടത്തിയത് രാജ്യവിരുദ്ധ നീക്കങ്ങളായിരുന്നു. കേന്ദ്രം സുപ്രീം കോടതിയിൽ നിരത്തിയ തെളിവുകൾ ഞെട്ടിക്കുന്നതാണ്. സോനം വാങ്ചുക്കിന്റെ NSA തടങ്കലിനെതിരെ സമർപ്പിച്ച ഹർജി പരിഗണിക്കവേ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയിൽ സ്വീകരിച്ചത് സമാനതകളില്ലാത്ത കടുപ്പമേറിയ നിലപാടാണ്. വാങ്ചുക് വെറുമൊരു സാമൂഹ്യ പ്രവർത്തകനല്ല, മറിച്ച് യുവാക്കളെ, പ്രത്യേകിച്ച് ജെൻസി തലമുറയെ തെറ്റിദ്ധരിപ്പിച്ച് രാജ്യത്തിനെതിരെ തിരിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ തീവ്രവാദിയാണെന്ന് കേന്ദ്രം വാദിച്ചു. ലഡാക്കിൽ അറബ് വസന്തം മാതൃകയിലുള്ള അട്ടിമറികൾക്കാണ് ഇയാൾ ആഹ്വാനം ചെയ്തതെന്ന് കേന്ദ്രം ആരോപിക്കുന്നു. നേപ്പാളിലെയും ബംഗ്ലാദേശിലെയും ശ്രീലങ്കയിലെയും ആഭ്യന്തര കലാപങ്ങളുടെയും വിപ്ലവങ്ങളുടെയും മാതൃക അനുകരിക്കാൻ ഇയാൾ ലഡാക്കിലെ യുവാക്കളെ പ്രേരിപ്പിച്ചു. ലേയിലോ ദില്ലിയിലോ എവിടെയാണ് സ്വയം തീ കൊളുത്താൻ അനുയോജ്യമായിട്ടുള്ള സ്ഥലമെന്ന ചർച്ചകൾ വരെ ഇയാൾ നടത്തിയതായി സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചു. മഹാത്മാഗാന്ധിയുടെ പേരും അഹിംസയും ഒക്കെ പ്രസംഗത്തിന്റെ തുടക്കത്തിലും ഒടുക്കത്തിലും ഉപയോഗിക്കുന്നത് ഇടയിലുള്ള പ്രകോപനപരമായ ഉള്ളടക്കം മറച്ചു വയ്ക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണെന്നും കേന്ദ്രം തുറന്നടിച്ചു. ഈ കേസിന്റെ വേരുകൾ ചെന്നെത്തുന്നത് 2025 സെപ്റ്റംബർ 26 ലഡാക്കിന് സംസ്ഥാന പദവിയും 6ാം ഷെഡ്യൂൾ പ്രകാരമുള്ള സംരക്ഷണവും ആവശ്യപ്പെട്ട് നടന്ന പ്രതിഷേധം അക്രമാസക്തമായ ദിവസമായിരുന്നു അത്. ആളപായത്തിനും നിരവധി പേർക്ക് പരിക്കേൽക്കാനും കാരണമായ ആ സംഭവത്തിന് പിന്നാലെയാണ് വാങ്ചുക് അറസ്റ്റിലായതും പിന്നീട് ജോധ്പൂർ സെൻട്രൽ ജയിലിൽ അടയ്ക്കപ്പെട്ടതും. അന്ന് നടന്നത് വെറുമൊരു പ്രതിഷേധമല്ല, മറിച്ച് ആസൂത്രിതമായിട്ടുള്ള കലാപശ്രമമായിരുന്നു എന്നാണ് കേന്ദ്രത്തിന്റെ പക്ഷം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 32 പ്രകാരമുള്ള കോടതിയുടെ ഇടപെടലിന് പരിമിതികൾ ഉണ്ടെന്നും തുഷാർ മേത്ത ഓർമ്മിപ്പിച്ചു. ദേശീയ സുരക്ഷാ നിയമപ്രകാരം NSA നിയമപ്രകാരം ഒരാളെ തടങ്കലിൽ വയ്ക്കാൻ ജില്ലാ മജിസ്ട്രേറ്റിന് ലഭിച്ച വിവരങ്ങളും സാഹചര്യങ്ങളും മാത്രം മതിയാകും. അവിടെ കോടതിക്ക് മജിസ്ട്രേറ്റിന്റെ തീരുമാനത്തിന്മേൽ സ്വന്തം അഭിപ്രായം അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. ഞങ്ങൾ അവർ എന്നിങ്ങനെ വേർതിരിവുണ്ടാക്കി കേന്ദ്ര സർക്കാരിനെ അന്യരായി ചിത്രീകരിച്ച് പ്രാദേശിക വികാരം ഇളക്കിവിടാനാണ് വാങ്ചുക് ശ്രമിച്ചതെന്ന് കേന്ദ്രം ചൂണ്ടിക്കാട്ടി. റഫറൻഡം പോലുള്ള പദങ്ങൾ ഉപയോഗിച്ച് ഓരോ പ്രദേശത്തിനും വിട്ടുപോകാൻ അവകാശമുണ്ടെന്ന ധ്വനി ഇയാൾ യുവാക്കളിൽ കുത്തിവെക്കുന്നുവെന്നും വാദമുയർന്നു, അതായത് വിഘടനവാദം. ഇനി വാങ്ചുക്കിന് ജാമ്യമോ ഇളവോ നൽകുന്നതിനെ കേന്ദ്രം ശക്തമായി എതിർക്കുകയാണ്. വാദം ഇന്നും തുടരും. ദേശീയ സുരക്ഷയാണോ അതോ പൗരാവകാശമാണോ വലുതെന്ന ചോദ്യത്തിന് സുപ്രീം കോടതി എന്ത് മറുപടി നൽകും എന്ന് രാജ്യം ഉറ്റുനോക്കുന്നു. തൽക്കാലം വാങ്ചുക് ജയിലിൽ തന്നെ തുടരും. ന്യൂസ് ഡെസ്ക് മലയാളം.